പ്രശാന്തേട്ട, രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം സ്ഥിരമായി ധരിച്ചിരുന്ന ടീഷർട്ട് മാറ്റിയിട്ട് കുർത്ത ധരിച്ചാണ്, വെള്ള കുർത്ത ധരിച്ചിട്ടാണ് പാർലമെൻറ്റിൽ അദ്ദേഹം വന്നത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്നു. വേഷം മാറി, പ്രതിപക്ഷ നേതാവായപ്പോഴത്തേക്ക് വേഷം മാറി, ഷേവൊക്കെ ചെയ്തു. മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ ഗ്ലാമർ, അദ്ദേഹം സുന്ദരനാണല്ലോ, അക്കാര്യത്തിൽ നമുക്ക് സംശയമില്ല, അദ്ദേഹത്തിൻ്റെ ഗ്ലാമർ വർദ്ധിച്ചിരിക്കുന്നു. അദ്ദേഹം മോദിക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തു. അങ്ങനെ പ്രതിപക്ഷ നേതാവായപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗവും വലിയ കുഴപ്പമില്ലാത്ത പ്രസംഗത്തിലൂടെ അദ്ദേഹം വാർത്താ പ്രാധാന്യം നേടുന്ന തരത്തിലേക്ക് ആദ്യത്തെ ചുവട് വെച്ചിരിക്കുകയാണ്. ഇവർ കഴിഞ്ഞ 2 പാർലമെൻറ്റ് ലോക്സഭയിൽ 2 തവണയും ഈ പ്രതിപക്ഷ നേതാവ് ഇല്ലായിരുന്നു. ഇത്തവണ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിനായിരിക്കുന്നു. അതിൻ്റെ സന്തോഷം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനുണ്ട്. ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും, അതാണ് ചോദ്യം. ജോൺ പറഞ്ഞതുപോലെ അദ്ദേഹം കഴിഞ്ഞ ഓരോ ദിവസവും നമ്മൾ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ കാണാറുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം ഓരോ മീറ്റിങ്ങുകളിലും അപ്പോൾ സ്ഥിരമായ സാന്നിധ്യമാണല്ലോ. മോദിയെ പോലെ തന്നെ മാധ്യമങ്ങളിൽ എപ്പോഴും വാർത്ത കൊടുക്കുന്ന ഒരാളാണല്ലോ രാഹുൽ ഗാന്ധി. അപ്പോൾ ഇന്നലെ താടിയൊക്കെ എടുത്ത് നല്ല സ്മാർട്ടായിട്ട് ഒരു പാകത വന്ന നേതാവിൻ്റെ കൂട്ട് ലോക്സഭയിൽ വന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആകാൻ തീരുമാനിച്ചു വരുന്നത് പോലെ വന്നു പ്രതിപക്ഷ നേതാവായി. അങ്ങനെയാണല്ലോ അതിന് സ്പീക്കർ എടുത്ത് കത്ത് കൊടുക്കുക, അതിന് അത് അംഗീകാരം കിട്ടുകയൊക്കെ ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന പോസ്റ്റ് ക്യാബിനറ്റ് റാങ്കുള്ള ഒരു പദവിയാണ്, വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയാണ്. എന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയോളം വലിപ്പത്തിൽ എല്ലാവരും കാണുന്നതാണ്. കാരണം ഒരു ഭരണകക്ഷിയുടെ പോരായ്മകൾ അന്നേരം ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തിക്കൊണ്ട് പോകുന്ന ഒരു ജോലിയാണ്. അല്ലാതെ ഭരണാധികാരികൾ അല്ലെങ്കിൽ രാജ്യത്തിനെ ഭരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്താലും അതിന് എതിരെ പറയുന്നതാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവെന്നുള്ള ധാരണ എല്ലാവർക്കും ഉണ്ട്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതല്ല, ഒരു നല്ല ഭരണത്തിന് ഒരു നല്ല പ്രതിപക്ഷ നേതാവ് വേണം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു 77 മൊറാർജി ദേശായിയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം കൊണ്ടുവന്നതും ഈ ക്യാബിനറ്റ് പദവിയൊക്കെ കൊടുത്തത്. അതിന് ശേഷമാണ് സംസ്ഥാനങ്ങളിലുടനീളം അത്ര പ്രാധാന്യമില്ലായിരുന്നു. പ്രാധാന്യത്തോടുകൂടി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനം കൊണ്ടുവന്ന് മൊറാർജി ദേശായി. കാരണം പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന ആളിനെ അത്ര ഗൗരവത്തിൽ കാണുന്നു. അതായത് ജോൺ മനസ്സിലായില്ലേ, അതിന് എന്തുവേണ്ടി ഗൗരവം വേണമെന്ന്, ഒരു രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന് എന്തുവേണ്ടി ഗൗരവം വേണമെന്ന് മൊറാർജി ദേശായിക്ക് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് അതൊരു വലിയ പോസ്റ്റ് ആവുകയും യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിക്ക് ശേഷം ക്യാബിനറ്റ് റാങ്കിൻ്റെ അടുത്ത പോസ്റ്റ് തന്നെയാണ് പ്രതിപക്ഷ നേതാവ്. അത് നമ്മുടെ സംസ്ഥാന നിയമസഭകളിലായാലും അങ്ങനെ തന്നെയാണ്, വലിയ പദവിയാണ്. കാരണം ഒരു കറക്ഷൻ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനകത്തും ഒരു കമ്മിറ്റികൾ, ഈ CBI പോലെയുള്ള അല്ലെങ്കിൽ പിന്നെ മറ്റേ ഈ നമ്മുടെ ഈ അന്വേഷണ ഏജൻസികളുടെയൊക്കെ ഒരു അംഗം പ്രതിപക്ഷ നേതാവായിരിക്കും. അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ്റെ തെരഞ്ഞെടുപ്പിനകത്ത് 3 പേരിൽ ഒരാൾ പ്രതിപക്ഷ നേതാവായിരിക്കും. പിന്നെ പ്രധാനപ്പെട്ട ലോക്സഭയിലെ കമ്മിറ്റികളിലൊക്കെ പ്രതിപക്ഷ നേതാവിന് ഉണ്ടാവും. പിന്നെ എന്താലോചിക്കണമെങ്കിലും ഇപ്പം ഒരു ബില്ലിൻ്റെ ആലോചനയൊക്കെ വരുമ്പോൾ ആദ്യമേ ഈ ബില്ല് സഭയിൽ വരുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി വിളിക്കുമ്പോൾ പ്രതിപക്ഷത്തെ മൊത്തം വിളിക്കാൻ പറ്റാത്തതിന് ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ആ കാര്യം പറയുക, അദ്ദേഹം അത് പ്രതിപക്ഷത്തിനകത്ത് അവതരിപ്പിച്ച് അതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. ചിലർക്ക് തീരുമാനം ഉണ്ടാവും, ചിലർക്ക് തീരുമാനം ഉണ്ടാകത്തില്ല. അപ്പം വളരെ വലിയൊരു പദവിയാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പറയാനുള്ളത്, AK ആന്റണി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് പ്രതിപക്ഷ നേതാവ് EMS ആയിരുന്നു പ്രതിപക്ഷ AK ആന്റണി മുഖ്യമന്ത്രി, EMS പ്രതിപക്ഷ നേതാവ്. പുള്ളി എന്ന് പറഞ്ഞ് എനിക്ക് ക്യാബിനറ്റ് റാങ്കും എനിക്ക് പദവികളൊന്നും വേണ്ട എന്ന് അന്ന് നിരസിച്ചാണ് പോയത് 77. അതിനുശേഷം വന്നവരൊക്കെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയും അത് വളരെ വൃത്തിയായിട്ട് ഈ പറയുന്നത് പോലെ പ്രതിപക്ഷ ഭരണകക്ഷിയെക്കാട്ടി കൂടുതൽ സ്റ്റാഫുകളെയൊക്കെ വെച്ചിട്ട് ഒരു ജോലിയില്ലെങ്കിലും വളരെ ഗംഭീരമായിട്ട് ആഡംബരമായിട്ട് നടക്കുന്ന പ്രതിപക്ഷ നേതാക്കളെയാണല്ലോ നമ്മൾ കാണുന്നത്. അത് പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ നിയമസഭയിൽ നോക്കുമ്പം ആക്ഷൻ എടുത്തിട്ടുള്ളത് നമ്മൾ VSന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായിട്ട് വന്ന VS വളരെ വൃത്തിയായിട്ട് തിളങ്ങിയിട്ടുണ്ട്. പിന്നെ കരുണാകരനും കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. ലോക്സഭയിൽ ഇപ്പം ഇതിന് അന്ന് ക്യാബിനറ്റ് റാങ്കോട് കൂടി എനിക്ക് തോന്നുന്നു YB ചവാൻ കോൺഗ്രസിന്റെ, അതിനുശേഷം CM സ്റ്റീഫൻ, ഇവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം പിന്നെ ഇപ്പൊ വന്ന് നമ്മൾ കഴിഞ്ഞ 10 കൊല്ലം പ്രതിപക്ഷ നേതാവില്ലായിരുന്നു. കാരണം പ്രതിപക്ഷ നേതാവ് ആവണമെങ്കിൽ അതിനും ഒരു അംഗസംഖ്യ 10%. ലോക്സഭയിലെ സീറ്റിന്റെ 10% ഉള്ള പാർട്ടിയെ ആരാണെന്നോ അത് നേതാവിനെയാണ് പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിക്കുന്നത്. അതിൽ കുറവുള്ള ഇതാണെങ്കിൽ അത് പാർട്ടികളാ മൊത്തമെങ്കിൽ പ്രതിപക്ഷ നേതൃ സ്ഥാനം കൊടുക്കണ്ട, വേണമെങ്കിൽ കൊടുക്കാം, അത് അവർക്ക് തീരുമാനിക്കാം ആരാണ്. സ്പീക്കർക്കും ഭരിക്കൊണ്ടിരിക്കും. സ്പീക്കർ എന്ന് പറയുന്നത് ഭരിക്കുന്ന ആളാവാനാണ് എപ്പോഴും സാധ്യത, അങ്ങനെ വരത്തുള്ളൂ. അപ്പം അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ 10 കൊല്ലത്തിന് ശേഷം പ്രതിപക്ഷ നേതാവായിട്ട് ഇദ്ദേഹം വരികയാണ്. മാത്രമല്ല പ്രതിപക്ഷ നേതാവായിട്ട് വരുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞ 10 കൊല്ലത്തിനപ്പുറം നല്ല കരുത്തുണ്ട്.
അപ്പോൾ നല്ലൊരു പ്രതിപക്ഷ നേതാവ് ആവാൻ പുള്ളിക്ക് സാധിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ നല്ലൊരു പ്രതിപക്ഷ നേതാവ് ആവാൻ സാധിക്കുന്നത് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്തിന് നല്ലത്. കാരണം ഏതൊരു പാർട്ടി ഭരിക്കുമ്പോഴും അവരുടെ മാനിഫെസ്റ്റോയും അവരുടെ ഐഡിയോളജിയും ഒക്കെ വെച്ചിട്ട് ഭരിക്കാൻ തുടങ്ങും. പക്ഷേ അവരുടെ ഐഡിയോളജി വെച്ച് ഭരിക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന് മൊത്തത്തിൽ ഗുണമാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തൽ വരുത്തി പോകുന്നതിന് ഒരു നല്ല പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഒക്കെ നല്ലതാണ്. രാജ്യത്ത് കാര്യങ്ങളൊന്നും നടത്താതിരിക്കുന്നതിന് വേണ്ടി ആവുന്ന പ്രതിപക്ഷം ആവാതിരുന്നാൽ മതി. രാജ്യത്തിന്റെ പുരോഗതിക്ക് ഉതകുന്ന രീതിയിൽ ഒരു പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷമൊക്കെ വരുമ്പോൾ അത് ജനത്തിന് ബോധ്യം വരുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ അംഗീകാരം കിട്ടുകയും ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവാൻ തയ്യാറായ രാഹുൽ ഗാന്ധിയെ നമുക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കുർത്തയൊക്കെ ഇട്ട് അല്ലെങ്കിൽ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് വളരെ പക്വതമായിട്ടുള്ള ഒരു ആദ്യത്തെ സംസാരം തന്നെ വളരെ പക്വമായിട്ടുള്ള സംസാരവും സ്പീക്കറെ അനുനയിക്കുന്നതൊക്കെ ഒരു ഇതുവരെ ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഒരു ഇരുത്തം വന്ന രാഹുൽ ഗാന്ധിയിലേക്ക് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അത് രാജ്യത്തിന്റെ പുരോഗതിക്കും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രതിപക്ഷ നേതാവും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു കോൺഗ്രസിൻ്റെ നേതാവും ഒക്കെ ആയിട്ട്. കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജോണെ, ഈ കോൺഗ്രസിനകത്ത് ഇപ്പം 100 സീറ്റേ ഉള്ളൂ, അതിൽ 50 സീറ്റ് കോൺഗ്രസിന് അകത്തും അതിന് പ്രതിപക്ഷം. പക്ഷേ ഏത് പാർട്ടിക്കപ്പുറവും ഇന്ത്യയിൽ മൊത്തവും ഇപ്പോഴും വേരുകളുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. 100 കൊല്ലത്തെ പഴക്കമുണ്ട്. അവരുടെ കയ്യിലിപ്പോണ്ട് ഈ പ്രസ്ഥാനം പോലെ. അപ്പോൾ ഇപ്പോഴും അതിനൊക്കെ തിരിച്ച് അവിടെ ഇവിടെയൊക്കെ കിളുത്ത് വരാൻ പറ്റും. അത് എങ്ങനെയാവണം, അത് കൃത്യമായിട്ട് ഉഴുതു മറിച്ച് കൃത്യമാക്കിയാൽ മാത്രമേ നടക്കത്തുള്ളൂ. അത് ആ ഉഴുതുമറിക്കൽ കൃത്യമാകണം ആകാമെങ്കിൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ ദേശീയ തലത്തിൽ BJP കഴിഞ്ഞാൽ ഇപ്പം തിരിച്ചു വരാൻ ഇനിയും ഒക്കുന്ന പാർട്ടി കോൺഗ്രസ്സാണ്. അപ്പം അതിനൊരു നേതാവ് അദ്ദേഹം ആവട്ടെ. 34 കൊല്ലത്തിന് അദ്ദേഹത്തിന്റെ അച്ഛൻ 34 കൊല്ലം മുമ്പ് ഈ സ്ഥാനത്തിരുന്നതാണ്. അല്ല, അത് മാത്രമല്ല, അദ്ദേഹം എത്രയോ വർഷമായി കോൺഗ്രസിന്റെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് യാത്ര നടത്തുന്നു. ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപെടാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് ഇത്തരം പദവികളൊന്നും കിട്ടാവുന്നു. അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ സാധാരണഗതിയിൽ നേരത്തെ ആയിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതാപകാലത്താണെങ്കിൽ അദ്ദേഹം ഇങ്ങനെയൊക്കെ പദവി വന്നാൽ അത് ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് പ്രധാനമന്ത്രിയാകാൻ അവസരം വന്നിട്ട് പോലും അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് 2 കാര്യമുണ്ട്. ഈ രാഹുൽ ഗാന്ധി ധരിച്ചിരുന്നത് എന്നും കോൺഗ്രസ് വരും, പ്രധാനമന്ത്രി ഉണ്ടാവും, ഇതിങ്ങനെ നിൽക്കും. നമ്മൾ ചിലപ്പോൾ വിചാരിക്കത്തില്ലയോ നമ്മുടെ നല്ല കാലഘട്ടം ഇങ്ങനെ എന്നും നിൽക്കുമെന്ന്. അത് നല്ല കാലഘട്ടം എന്നും നിൽക്കണമെങ്കിൽ എന്നും അതിന്റെ ജോലി കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ആ ജോലി പണ്ട് ചെയ്തതിന്റെ ഫലം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ അന്ന് ജോലി ചെയ്യാതെ ഈ ഫലം മാത്രം അനുഭവിച്ചുകൊണ്ടിരുന്നാൽ ആ കാലം അങ്ങ് പോകും. പിന്നെ അത് കഷ്ടകാലത്തിലേക്ക്. അപ്പൊ രാഹുൽ അന്ന് കുട്ടിക്കളിയിൽ നടക്കുന്ന ഒരു രാഹുലിന് രാഷ്ട്രീയം അറിയത്തില്ലായിരുന്നു. രാഹുൽ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ 10 കൊല്ലം ഇത്രയും കാലത്തെ പാകത കൊണ്ട് രാഷ്ട്രീയം പഠിച്ച് ശരിയായി വരുന്നത്. അത് അങ്ങനെ ശരിയായി വന്നേ മതിയാവത്തുള്ളൂ. അപ്പം രാഹുൽ പണ്ട് കളിച്ചിരുന്നത് കോൺഗ്രസിന്റെ ഇതിൽ പറഞ്ഞത് എൻ്റെ അച്ഛൻ പ്രധാനമന്ത്രി, എൻ്റെ അമ്മൂമ്മ പ്രധാനമന്ത്രി, അമ്മൂമ്മയുടെ അച്ഛൻ പ്രധാനമന്ത്രി, ഇപ്പൊ ഇങ്ങനെ കണ്ടുകൊണ്ട് വന്നത്. അപ്പൊ അതെനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സാധനമാണെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വന്നതാണ്. അപ്പൊ അതല്ല, അതിനപ്പുറം പിന്നെ അദ്ദേഹം പല പദവികളും ഈ പറയുന്നത് പോലെ ജയിക്കും തോക്കുന്ന സമയത്ത് ഒഴിഞ്ഞിട്ട് പോകും. ACC പ്രസിഡന്റ് ഒഴിഞ്ഞിട്ട് പോയി. ഇപ്പൊ എല്ലാം പുള്ളിക്ക് ഒന്നും ഏറ്റെടുക്കാൻ വയ്യാതെ ഒഴിഞ്ഞൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. ഉത്തരവാദിത്തങ്ങളിലൊന്നും ഒളിച്ചോട്ടം. അതായത് അതെ അവർ ഭയങ്കര സ്ട്രെയിനുള്ള ജോലി തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം. അത് 24 മണിക്കൂറും കൃത്യമായിട്ട് ഈ ഉന്മേഷം വൃത്തിയാക്കുന്നത് പോലെ രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും എപ്പോഴും വൃത്തിയാക്കണ്ടേ ഉന്മേഷം, എന്നാലേ വൃത്തിയായിട്ട് കിടക്കും എന്നതുപോലെ ഒരു കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു എപ്പോഴും ഉറ്റു നോക്കിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ളൂ. അതിൽ നിന്ന് പുറകോട്ട് പോയി, ഇടയ്ക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഇനിയൊക്കെ ആ പഴയ പോക്കലും കാര്യങ്ങളൊക്കെ നിർത്തി കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി രാജ്യത്തിന് ഗുണമാവും. രാജ്യം അദ്ദേഹത്തെ അംഗീകരിച്ചു തുടങ്ങും. അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് വിചാരിച്ച്, അല്ലെങ്കിൽ അങ്ങനെ നല്ലൊരു പ്രതിപക്ഷ നേതാവ് ആകട്ടെ എന്ന് നമ്മൾ അദ്ദേഹത്തെ ആശംസിക്കാം. അദ്ദേഹം അങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം ഇപ്പം അദ്ദേഹം നല്ലൊരു പ്രതിപക്ഷ നേതാവെന്ന് നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ തന്നെ AK ആന്റണിയുടെ കാലത്താണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതിപക്ഷ നേതൃസ്ഥാനം 77. പക്ഷേ AK ആന്റണി പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന ഒരു കാലഘട്ടം ചോദിന് ഓർമ്മയുണ്ടാവും. ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുമല്ലോ പറഞ്ഞിട്ട് 5 കൊല്ലം പ്രതിപക്ഷ നേതാവായിട്ടിരുന്നിട്ട് ആ കാറെ കയറി നടന്നതല്ലാതെ യാതൊരു കാര്യവും പറയുകയോ പ്രവർത്തിക്കുകയോ ഒരു രീതിയിലും ഒരിടപെടിയില്ല. 5 കൊല്ലം നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങേര് എന്തിനിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ ഇരുന്നൊരു മനുഷ്യന്. അപ്പം പക്ഷെ അദ്ദേഹം പ്രതിപക്ഷ നേതാവിന് ശേഷമല്ലേ 100 സീറ്റ് ഞാൻ പറയോ അപ്പം പിന്നെ പറഞ്ഞു ആന്റണിയുടെ ശൈലിയാണ് ശരി. ആന്റണിയുടെ ശരി ഒരു ശരിയില്ല, ജനം മടുത്തു. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ ഏറ്റെടുക്കാവുന്ന ഒരു 5 കൊല്ലമായിരുന്നു നിങ്ങൾ ആലോചിക്കണം. മിണ്ടാതിരുന്നിട്ട് പോലും ജനത്തിന് മടുത്ത് 100 സീറ്റിൽ UDF അധികാരത്തിൽ കൊണ്ടുവരിക. അപ്പൊ ആ സമയത്ത് ഇതേ മിണ്ടായിരിക്കുന്നത്.
പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഇന്ത്യ എന്റെ ഇമേജിന് മോശം വരും. അതെ അതെ അതെ. ഈ ഒരു ശൈലിയിൽ പോയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഇമേജ് മാത്രം നോക്കി പഠിച്ചത്. പണ്ട് ഈ ആന്റണിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് BJP-ക്കാർ നേതാക്കന്മാർ. ജോർജ് ഫെർണാണ്ടസ് ഒരു വട്ടം പോയി പറഞ്ഞെന്നാ പറഞ്ഞത്, ദൈവത്തെ ഓർത്ത് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ആയുധം മേടിക്ക്, നമ്മുടെ സൈന്യത്തിന് യുദ്ധം ചെയ്യണ്ടേ, നമുക്ക് ഇതിന് പോലും ഓർഡർ ഇടാത്ത ഒരു അന്നത്തെ നമ്മുടെ പ്രതിരോധ മന്ത്രി, പുള്ളിക്ക് എല്ലാവരും പേടിയാ. അതിനകത്ത് ആരോപണം വരും, ഇതിനകത്ത് ആരോപണം വരും, ഇങ്ങനത്തെ ഒരു മനുഷ്യൻ. അപ്പൊ എനിക്ക് രാഹുലിനോട് ആദരണീയനായ AK ആണല്ലോ പുല്ലിലെ നേതാക്കന്മാര്, പുള്ളിയുടെ കൂട്ടങ്ങളുള്ള ഒരു പ്രതിപക്ഷ നേതാവൊന്നും ആവരുത്, ലോക പരാജയമായി പോവും. അപ്പൊ ആന്റണിയെ ചില കാര്യങ്ങൾ മാതൃകയാക്കരുത്. ആന്റണിയുടെ ജാതകം കൊണ്ട് ആന്റണി അങ്ങ് വിജയിച്ചെന്നുള്ളതേ ഉള്ളൂ. അല്ലെ ആന്റണി ഈ പാർട്ടിക്ക് യോഗ്യനോ അല്ലെങ്കിൽ ഒരു നല്ല പാർട്ടിക്കാരനോ ഒന്നും അല്ല. അഴിമതി ഒന്നും ഇല്ലായിരുന്നു, മനസ്സിലാവുന്നുണ്ട്. അത് നമുക്ക് അംഗീകരിച്ചേ പറ്റും. പക്ഷെ അങ്ങനെയല്ലല്ലോ, അഴിമതി ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യാതിരിക്കുമോ എന്ന് പറഞ്ഞാൽ കാര്യമില്ല. അപ്പൊ അത് അപ്പം നേതാക്കന്മാരെ ചൂസ് ചെയ്യുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ലോക്സഭയിൽ അല്ലെങ്കിൽ പോലും ഈ നിയമസഭയിൽ ഒരു പ്രതിപക്ഷ നേതാവ് AK ഇരിക്കുന്ന പോലെ ഞാനങ്ങ് ഉണ്ടായിരുന്നേക്കാം, എനിക്ക് ഇമേജ് ഉണ്ടാവും, അല്ലെങ്കിൽ രാജ്യത്തിന് ഗുണം ഉണ്ടാവും എന്ന് വിചാരിച്ച് ഇരിക്കില്ലെന്നും കൂടെ നമുക്ക് ഈ അവസരത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം.